നമസ്കാരം. ഒരു ചെറുപ്പക്കാരൻ തന്റെ ജീവിത ആയുസ് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള ആത്മാഭിമാനം ഒരു നിമിഷം കൊണ്ട് സൈബർ ആക്രമണത്തിലൂടെ ഇല്ലാതാക്കിയിട്ടുള്ള ഒരു കൊലയാളിയെ, ദീപകിന്റെ കൊലയാളിയെ എത്ര സമർത്ഥമായാണ് കോഴിക്കോട്ടെ പോലീസ് സംരക്ഷിക്കുന്നത്. ആ കൊലയാളിയെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്വകാര്യ വാഹനത്തിൽ ജനങ്ങളെ മറപിടിച്ചുകൊണ്ട് ജനങ്ങളൊന്നും കാണാതെ കൊണ്ടുവരികയാണ്. എന്നിട്ടോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരേണ്ട പോലീസ് ഈ പ്രതിയെ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടക്കം മുതൽ ഈ പ്രതിയെ സംരക്ഷിക്കാൻ മെഡിക്കൽ കോളേജിലെ സിഐയും മെഡിക്കൽ കോളേജിലെ സബ് ഇൻസ്പെക്ടറും ശ്രമിച്ചിരുന്നു. ആ സബ് ഇൻസ്പെക്ടറാണിപ്പോ അദ്ദേഹത്തിന്റെ സ്വന്തം വണ്ടിയിൽ ഈ പ്രതിയെ മെഡിക്കൽ കോളേജിലേക്ക്, ഈ കുന്നമംഗലത്തേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു, ഒന്നാം ഘട്ടത്തിൽ കേസെടുക്കാതെ ഈ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. രണ്ടാമത് FIR-ൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തി. മൂന്നാമത് 108-ാം വകുപ്പ് ആത്മഹത്യാ പ്രേരണ ചേർക്കാതെ പുറംതിരിച്ചു നിന്നു. ജനങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഇടപെടലുകൾ കൊണ്ട് ആത്മഹത്യാ പ്രേരണ വകുപ്പ് ചേർത്ത് ഇപ്പോഴും ഇതിൽ IT ആക്ട് ചേർത്തിട്ടില്ല. സൈബർ ആക്രമണത്തിലൂടെയാണ് ദീപക് മരണപ്പെട്ടിട്ടുള്ളത്. ദീപക് നിരപരാധിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ മരണത്തിലേക്ക് പോയിട്ടുള്ളത് സമൂഹ മാധ്യമത്തിലൂടെ ആഭാസൻ, സ്ത്രീലമ്പടൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അപമാനിച്ചതിന്റെ പേരിലാണ്. എന്തേ മെഡിക്കൽ കോളേജിൽ SI-ക്കും CI-ക്കും അതിൽ IT ആക്ടിന്റെ വകുപ്പ് അട്രാക്ട് ചെയ്യുമെന്ന് അറിയില്ലേ? ഇപ്പൊ വളരെ കൃത്യമാണ്. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയി സുഖ സൗകര്യങ്ങൾ കൊടുക്കുമ്പോഴും ഈ പ്രതി കോടതിയിലെത്തിയാൽ രക്ഷപ്പെടുമെന്ന്, നിയമത്തിന്റെ പഴുതുകൾ അനുസരിച്ച് രക്ഷപ്പെടുമെന്ന് വളരെ കൃത്യമായിട്ടറിയാം. FIR-ലെ സമയം, അതേപോലെ തന്നെ വൈരുദ്ധ്യങ്ങൾ, അതേപോലെ തന്നെ ആവശ്യമുള്ള വകുപ്പുകൾ ചേർക്കാതെ ഇങ്ങനെ ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒരു ഗവേഷണം നടക്കുന്ന കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് പോലീസിനെതിരെ മാപ്പില്ല. ജനങ്ങൾക്ക് ചേർന്ന ഒരു പ്രവൃത്തിയല്ല. ബിജെപിയുടെ പ്രതിഷേധം, പാവപ്പെട്ട യുവാവിനെ കൊല ചെയ്ത കൊലയാളിയെ, അറസ്റ്റ് ചെയ്യൂ പോലീസ്, പാവപ്പെട്ട യുവാവിനെ കൊലപ്പെടുത്തിയ കൊലയാളിയെ സംരക്ഷിക്കും പോലീസ്. പാവപ്പെട്ട സോദരനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ സിംജിനി എന്ന കൊലയാളിയെ അറസ്റ്റ് ചെയ്യൂ പോലീസ്. ജയ് ബോലോ ഭാരത് മാതാ, ജയ് BJP, ജയ് BJP. പാവപ്പെട്ടൊരു സോദരനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ രഞ്ജിത എന്നൊരു കൊലയാളിയെ അറസ്റ്റ് ചെയ്തൊരു പോലീസ് എന്തിനു സംരക്ഷിക്കും? നാണമില്ലേ SIA? സ്വന്തം വണ്ടിയിൽ കയറ്റിപ്പോകാൻ രഞ്ജിത എന്നൊരു ക്രിമിനലിനെ സ്വന്തം വണ്ടിയിൽ കയറ്റിപ്പോകാൻ ആര് തങ്ങളുടെ അധികാരം? രഞ്ജിത നിന്റെ കെട്ടിയോളോ? ഇല്ല മാപ്പില്ല. പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം. മലയാളികളെ സംരക്ഷിക്കും. പിണറായിയുടെ പോലീസ് നിങ്ങൾക്കെതിരെ ഉയരുന്നു. കോഴിക്കോട്ടിൻ പ്രതിഷേധം. ജയ് ഭാരത് മാതാ.
ദീപക് എന്നൊരു സോദരനെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ ഇഞ്ചിത എന്നൊരു കൊലയാളിയെ സ്വന്തം വണ്ടിയിൽ കയറ്റിപ്പോകാൻ ആര് തന്നൊരു അധികാരോ പറയൂ SIA നാണം കെട്ടൊരു SIA നിന്നോടായി പറയുന്നു ഒരു നാൾ നമ്മൾ കണ്ടേക്കോ തെരുവിൽ നമ്മൾ കണ്ടേക്കോ പോലീസ് ഇവിടെ പോലീസായാൽ നിയമം ഞങ്ങൾ പാലിക്കോ പോലീസ് ഇവിടെ ചെറ്റകളായാൽ പോലീസ് ഇവിടെ റൗഡികളായാൽ പോലീസേ പ്രതിഷേധം കോഴിക്കോടിൻ പ്രതിഷേധം ജയ് ബോലോ ഭാരത് മാതാ ജയ് BJP ഭാരത് മാതാ കി കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ SITയുടെ മുന്നിൽ ഹാജരാകുന്നത് മാധ്യമങ്ങളുടെ മുന്നിലാകരുത്, മാധ്യമ ക്യാമറകളുടെ മുന്നിലാകരുത് എന്ന് ജാഗ്രതയുള്ള SITയിലെ ഉദ്യോഗസ്ഥന്മാരാരും ഉണ്ട്. ആ ജാഗ്രത കാരണമാണല്ലോ ആരെയും അറിയിക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തുന്ന ബാക്കി എല്ലാവരും, തന്ത്രി അടക്കമുള്ള ആളുകള് അവരെ വിളിച്ചു വരുത്തുന്നത് മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ അറിയിപ്പ് മാധ്യമങ്ങൾ കടകംപള്ളി സുരേന്ദ്രനോട് എന്തെങ്കിലും പ്രത്യേക പരിഗണന കാണിച്ചത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം അങ്ങനെ ഒരു മുൻ മന്ത്രിയെ അന്വേഷണത്തിന് വേണ്ടി വിളിച്ചു വരുത്തുന്നു എന്നുള്ള വാർത്ത ഒരു കാരണവശാലും ചോർന്നു പോകരുത് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന ആളുകൾ ആ SITയിലുണ്ട്. പത്മകുമാർ ജയിലിലായിട്ട് ഏതാണ്ട് 90 ദിവസമാവാൻ പോകുന്നു. പത്മകുമാറിനെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയിട്ടും മാർക്സിസ്റ്റ് പാർട്ടി പത്മകുമാറിനെ കൈവിട്ടിട്ടില്ല. പിണറായി വിജയൻ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എന്താ കാരണം? കാരണം പത്മകുമാറിനെ പാർട്ടി നടപടിയെടുത്താൽ പത്മകുമാർ വാ തുറക്കും. പത്മകുമാർ വാ തുറന്നാൽ പിന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ, ആ വിവരങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴും ജയിലിനകത്തായിട്ടില്ലാത്ത ധാരാളം നേതാക്കന്മാര്, ആ നേതാക്കന്മാരുടെ പങ്ക് വെളിച്ചത്ത് വരും. അതിലൊരാൾ മുൻമന്ത്രിയായിരിക്കും.